ഹലോ. അപ്പോൾ ലെസൺ 1 കുറേ കാര്യങ്ങൾ നന്നായി പഠിക്കാൻ പറ്റിയെന്ന് കുറേ നല്ല അഭിപ്രായങ്ങൾ ഞാൻ വായിച്ചു. അപ്പോൾ ലെസൺ 2 അതിലും ഗംഭീരാക്കാം നമുക്ക് കേട്ടോ. ആദ്യം കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഒന്ന് നോക്കാം. ഈ ചായ ചൂടുള്ളതാണോ? ഈ ചായ ദിസ് ടീ അല്ലേ? അപ്പോൾ ഇസ് ദിസ് ടീ ഹോട്ട്? അത് എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. അടുത്തത് പക്ഷേ ചിലർ തെറ്റിച്ചിട്ടുണ്ട്. അല്ല, ഇത് തണുത്തതാണ്. എങ്ങനെയാണ്? നോ, ഇറ്റ് ഈസ് കോൾഡ്. അപ്പോൾ ദിസ് ഈസ് കോൾഡ് എന്ന് പലരും പറയുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ സെൻറ്റൻസിൽ ഈ ചായ ചൂടുള്ളതാണോ എന്ന് ചോദിച്ചപ്പോൾ ദിസ് ടീ എന്ന് ചോദിച്ചു. പിന്നീട് നമ്മൾ അതേ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പം ദിസ് എന്ന് പറയേണ്ട കാര്യമില്ല, ഇറ്റ് എന്നാണ് പറയുക. അല്ല, ഇത് തണുത്തതാണ്. നോ, ഇറ്റ് ഈസ് കോൾഡ്. അപ്പോൾ ഒരാൾ പറയുകയാണ് അത്ര സമയമൊന്നും ആയിട്ടില്ലല്ലോ, അതിന് ചൂടുണ്ടാകാം എന്ന് പറയുമ്പോൾ ഇറ്റ് മൈറ്റ് ബി ഹോട്ട്, അല്ലെങ്കിൽ ഇറ്റ് കുഡ് ബി ഹോട്ട്. അപ്പോൾ മൈറ്റ് ബി എന്ന് പറഞ്ഞാൽ ചൂടുണ്ടാകാം, കുഡ് ബി എന്ന് പറഞ്ഞാൽ ചൂടുണ്ടാകാൻ സാധ്യതയുണ്ട്, അപ്പോൾ ചൂടുണ്ടാകാം. രണ്ടും ഏകദേശം ഒരേ മീനിങ് ആണ്. അപ്പോൾ രണ്ടും കറക്റ്റാണ്. രണ്ട് പറഞ്ഞാലും അർത്ഥം ഏകദേശം സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലെസൺ 1 ലിങ്ക് ഞാൻ താഴെ കോമെൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആദ്യം അത് കാണണം കേട്ടോ, കാരണം ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ കിട്ടില്ല. വീഡിയോയുടെ അവസാനം ക്വിസ് ഉണ്ടാവും, അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അയാൾ സാം ആണോ? എങ്ങനെ പറയും? അയാൾ സാം ആണ് എന്ന് പറയണമെങ്കിൽ ഹീ ഇസ് സാം. അപ്പോൾ അയാൾ സാം ആണോ എന്ന് ചോദിക്കണമെങ്കിൽ ഇസ് ഹീ സാം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അയാൾ സാം ആവാം, സംശയം, ഉറപ്പില്ല. ഹി മൈറ്റ് ബി സാം, അല്ലെങ്കിൽ സാം ആവാൻ സാധ്യതയുണ്ടെങ്കിൽ ഹി കുഡ് ബി സാം. അപ്പോൾ ഹി ഇസ് സാമിലെ ഇസ് എടുത്ത് മാറ്റി മൈറ്റ് ബി അല്ലെങ്കിൽ കുഡ് ബി എന്നൊക്കെ ഇട്ടാൽ സാം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല, സാം ആകാം എന്നാകും അല്ലേ? അപ്പോൾ ഇസിൻ്റെ കാര്യത്തിൽ നമുക്ക് തീരുമാനമായി. പക്ഷെ ആറാണെങ്കിലോ? അവർ നേഴ്സുമാരാണ്. എങ്ങനെ പറയും? അവർ എന്ന് പറയാൻ ദേ. ദേയുടെ കൂടെ ആറല്ലേ വരിക? ദേ ആർ നേഴ്സസ് അല്ലേ? അവർ നേഴ്സുമാരാകാം, ഉറപ്പില്ല. ഏകദേശം ആ പ്രായമൊക്കെയുള്ള പിള്ളേരെ കാണുമ്പോൾ നേഴ്സുമാരാകാം, അടുത്തൊരു ഹോസ്പിറ്റലൊക്കെ ഉണ്ടല്ലോ, ആകാം, അങ്ങ് ആകാതിരിക്കാം, എനിക്ക് ഉറപ്പില്ല. എങ്ങനെ പറയും? അവിടെ ആരെടുത്ത് മാറ്റിയിട്ട് മൈറ്റ് ബി ഇട്ടാൽ മതി. നേരത്തെ നമ്മൾ ഇസ് എടുത്ത് മാറ്റിയിട്ട് മൈറ്റ് ബി ഇട്ടപ്പം അയാൾ സാം ആകാം എന്ന് വന്നില്ലേ? അപ്പം നമ്മൾ ആരെടുത്ത് മാറ്റിയിട്ട് മൈറ്റ് ബി ഇട്ടാൽ അവർ നേഴ്സുമാരാകാം. സിമ്പിളല്ലേ അത്? ദേ മൈറ്റ് ബി നേഴ്സസ്. ഇനിയിപ്പോൾ അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരണേ കാണുന്നുണ്ട്, പിന്നെ കയ്യിൽ സിറിഞ്ചും കാര്യങ്ങളൊക്കെ പിടിച്ച് നടക്കണേ, അപ്പോൾ ചിലപ്പോൾ നേഴ്സുമാരാവാൻ സാധ്യതയുണ്ടല്ലേ. അപ്പോൾ ദേ കുഡ് ബി നേഴ്സസ്, അങ്ങനെയും പറയാം. അപ്പോൾ ശരിയായല്ലോ. ഈ മൈറ്റ് ബിയും കുഡ് ബിയും തമ്മിൽ ഇവിടെ രണ്ടിനും നമുക്ക് മലയാളത്തിൽ ഒരു നേഴ്സുമാരാകാം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. മൈറ്റ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പില്ല, കുഡ് ബി എന്ന് പറഞ്ഞാൽ ഒരു സാധ്യതയുണ്ട്, അപ്പോഴും ഉറപ്പില്ല അല്ലേ? ഇത് ഞാൻ പറയാൻ കാരണമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് എസ്സോ ആറോ മാറ്റിയിട്ട് ആ സെൻറ്റൻസുകളിൽ മൈറ്റ് ബിയോ കുഡ് ബിയോ നമുക്കിടാം. പക്ഷേ ബിയുടെ എല്ലാ ഫോമിനും ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ബിയുടെ ഫാമിലിയിൽ കുറേ പേരെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചില്ലേ? എസ്, ആം, ആർ, പിന്നെ വാസ്, വേർ. ഈ വാസ് എന്ന് പറഞ്ഞാൽ എസ് പോലത്തെ സംഭവമാണ്, പക്ഷേ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നതാണ്. അവൾക്ക് വിശപ്പുണ്ട്, എങ്ങനെ പറയും? വിശപ്പുള്ള അവസ്ഥയ്ക്ക് പറയണത് ഹംഗ്രി. അവൾ വിശന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ അവൾക്ക് വിശപ്പുണ്ട് എന്ന് പറയാൻ ഷീ ഇസ് ഹംഗ്രി അല്ലേ? അവൾ ഹാപ്പി ആണെങ്കിൽ ഷീ ഇസ് ഹാപ്പി എന്ന് പറഞ്ഞില്ലേ? അതേപോലെ അവൾക്ക് വിശപ്പുണ്ടാകാം, കുറേ നേരമായി കഴിച്ചിട്ട് വിശപ്പുണ്ടാകാം, ഷീ മൈറ്റ് ബി ഹംഗ്രി, അല്ലെങ്കിൽ ഷീ കുഡ് ബി ഹംഗ്രി അല്ലേ? ഇപ്പോൾ നമ്മൾ അവൾക്ക് വിശപ്പുണ്ട് എന്ന് പറയാൻ, അല്ലെങ്കിൽ അവൾ വിശന്നിരിക്കുകയാണെന്ന് പറയാൻ ഷീ ഇസ് ഹംഗ്രി പറഞ്ഞു. അവൾക്ക് വിശപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയണമെങ്കിലോ? അപ്പോൾ ഇപ്പോഴത്തെ കാര്യമല്ല, മുമ്പ് എപ്പോഴോ അല്ലേ? ഇന്നലത്തെ കാര്യമാവാം, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലത്തെ സംഭവമായിരിക്കാം, ഇപ്പോഴല്ല. അപ്പോൾ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഇസ് അല്ല ഉപയോഗിക്കുക, വാസ്. ഷീ വാസ് ഹംഗ്രി, അവൾക്ക് വിശപ്പുണ്ടായിരുന്നു. ഓക്കെ, അത് തെറ്റിപ്പോരുതേ. ഇപ്പം അവൾക്ക് വിശപ്പുണ്ടെങ്കിൽ ഷീ ഇസ് ഹംഗ്രി. അവൾക്ക് മുൻപ് എപ്പോഴോ വിശപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഷീ വാസ് ഹംഗ്രി. അവൾക്ക് വിശപ്പ് ഉണ്ടായിരുന്നിരിക്കാം ആ സമയത്തെ, ഇപ്പോഴത്തെ കാര്യമില്ല. ഉണ്ടാകാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാകാം അല്ലേ? അവൾക്ക് വിശപ്പ് ഉണ്ടായിരുന്നിരിക്കാം, ഇന്നലെ നമ്മൾ പോയപ്പോഴേ അവൾക്ക് വിശന്നിരിക്കാം എന്നൊക്കെ പറയില്ലേ? വിശപ്പുള്ള അവസ്ഥ അവൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ എങ്ങനെ സെൻസ് ഉണ്ടാക്കും? അവിടെ മൈറ്റ് ബി അല്ല ഉപയോഗിക്കുക. ആ വാസ് മാറ്റി മൈറ്റ് ബി ഇടാൻ പറ്റില്ല. കാരണം എന്താ? മൈറ്റ് ബി എന്ന് വെച്ചാൽ വിശപ്പ് ഉണ്ടാകാം, ഇപ്പോഴത്തെ അവസ്ഥയല്ലേ. ഉണ്ടായിരുന്നിരിക്കുക എന്ന് പറയണമെങ്കിൽ പഠിച്ചു വെച്ചോളൂ, ഷീ മൈറ്റ് ഹാവ്
ബീൻ ഹംഗ്രി. ആ വാസ് എടുത്ത് മാറ്റിയിട്ട് മൈറ്റ് ഹാവ് ബീൻ. പാസ്റ്റ് ടെൻസിൽ കുറച്ച് കാര്യങ്ങൾ നീട്ടി പറയണം കേട്ടോ. നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ ഇസ് മാറ്റിയിട്ട് മൈറ്റ് ബി ഇട്ടു. പാസ്റ്റ് ആകുമ്പം മൈറ്റ് ഹാവ് ബീൻ. അവിടെയും ബിയുടെ ഫോം ഉണ്ട്. ആരാ ബിയുടെ ഫോം അവിടെ? ബീൻ. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ വാസും വേറെ വരിക. ഓക്കെ, ഐ, ഹി, ഷീ, ഇറ്റിൻ്റെ കൂടെ വാസ് വരും. എനിക്ക് വിശപ്പുണ്ടായിരുന്നു. ഐ വാസ് ഹംഗ്രി. ആം മാറി വാസ് ആവും. അവൾക്ക് വിശപ്പുണ്ടായിരുന്നു. ഷീ വാസ് ഹംഗ്രി. അവന് ഹി വാസ് ഹംഗ്രി. അവർക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ദേ വേർ ഹംഗ്രി. ആർ മാറി വേർ ആവും. നമുക്ക് വിശപ്പുണ്ടായിരുന്നു. വി വേർ ഹംഗ്രി. നിങ്ങൾക്ക് വിശപ്പുണ്ടായിരുന്നു. യു വേർ ഹംഗ്രി. അല്ലേ? അവൾക്ക് വിശക്കുന്നുണ്ടാകാം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ വാസ് മാറ്റിയിട്ട് നിങ്ങൾ മൈറ്റ് ഹാവ് ബീൻ ഇട്ട് നോക്കിയേ. ഷീ മൈറ്റ് ഹാവ് ബീൻ ഹംഗ്രി. അവൾക്ക് വിശന്നിരിക്കാം. ഷീ മൈറ്റ് ഹാവ് ബീൻ ഹംഗ്രി. ഇതുപോലെ തന്നെ ഷീ കുഡ് ഹാവ് ബീൻ ഹംഗ്രി. ഇതിൽ ഒരു ക്യാച്ച് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ശരിയാണ്. അവൾക്ക് വിശന്നിരിക്കാം. ഷീ മൈറ്റ് ഹാവ് ബീൻ ഹംഗ്രി അല്ലെങ്കിൽ ഷീ കുഡ് ഹാവ് ബീൻ ഹംഗ്രി. 3 വാക്കുകളിൽ മറന്നു വരുത് മൈറ്റ് ഹാവ് ബീൻ അല്ലെങ്കിൽ കുഡ് ഹാവ് ബീൻ. ഓക്കെ, ഈ ബീൻ എന്താ? ആവുക എന്നുള്ള ഫോം പോയോ അവിടുന്ന്? ഇല്ല. ബിയുടെ V3 എന്ന് പറഞ്ഞ ഫോമാണ് ബീൻ. ബിയുടെ പ്രസൻറ്റ് ടെൻസിലുള്ള ഫോം എന്തൊക്കെയാണ്? ഇങ്ങനെയാണ് എന്ന് പറയുമ്പം ആം, ഇസ്, ആർ. പാസ്റ്റ് ടെൻസിലോ വാസും വേറും. പക്ഷേ ഇനി വേറൊരു ഫോമുണ്ട്, അതാണ് V3 എന്ന് പറയണേ. അത് നമ്മൾ വിശദമായിട്ട് അതിൻ്റെ സമയം വരുമ്പോൾ പഠിക്കും. ഇപ്പം നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ബീൻ എന്ന് പറയുന്നതും ബിയുടെ ഒരു ഫോമാണ്. അതാണ് ഇവിടെ ബി കാണിക്കാൻ വേണ്ടിയിട്ട്. അല്ലേ? ആ വേർബ് പോകരുത്. എന്താ അവിടെ നടക്കണമെന്നുള്ള കാര്യം പോകരുതല്ലോ. അവൾക്ക് വിശന്നിരിക്കാം. ഷീ മൈറ്റ് ഹാവ് ബീൻ ഹംഗ്രി. അല്ലേ? അങ്ങനെയാണെങ്കിൽ വേറൊരു സെൻറ്റൻസ് നോക്കാം. അവൾക്ക് ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. ഉറക്കക്ഷീണം എന്ന് പറയാൻ സ്ലീപ്പി. ഉറക്കം എന്ന് പറയാൻ സ്ലീപ്പ്. നമുക്ക് സന്തോഷമുള്ള അവസ്ഥ ഹാപ്പി എന്ന് പറയില്ലേ, അതുപോലെ ഉറക്കമുള്ള അവസ്ഥയ്ക്ക് സ്ലീപ്പി. അവൾക്ക് ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. ഷീ വാസ് സ്ലീപ്പി. ഇപ്പോഴത്തെ കാര്യമല്ലല്ലോ, പാസ്റ്റിൽ. ഷീ വാസ് സ്ലീപ്പി. അവൾക്ക് ഉറക്കക്ഷീണം ഉണ്ടായിരുന്നിരിക്കാം. വാസ് മാറ്റിയിട്ട് മൈറ്റ് ഹാവ് ബീൻ ഇടണം. ഷീ മൈറ്റ് ഹാവ് ബീൻ സ്ലീപ്പി. അത് ഒരുമിച്ച് ഇങ്ങനെ പറഞ്ഞ് ശീലിച്ചാലേ ശരിയാവുള്ളൂ കേട്ടോ. ഓരോന്നായിട്ട് പറക്കി പറഞ്ഞാൽ ശരിയാവില്ല. ഷീ മൈറ്റ് ഹവ് ബീൻ, മൈറ്റ് ഹവ് ബീൻ, ഷീ മൈറ്റ് ഹവ് ബീൻ സ്ലീപ്പി. അങ്ങനെ തന്നെ പറഞ്ഞോ. കാരണം മൈറ്റ് ഹാവ് എന്നൊക്കെ എടുത്താൽ സമയമെടുക്കും. മൈറ്റ് ഹാവ് ഹ വേണ്ട. മൈറ്റ് ഹവ് ബീൻ, ഷീ മൈറ്റ് ഹവ് ബീൻ സ്ലീപ്പി. ഓക്കെ, അല്ലെങ്കിൽ ഷീ കുഡ് ഹാവ് ബീൻ സ്ലീപ്പി, ഷീ കുഡ് ഹാവ് ബീൻ സ്ലീപ്പി. നീ അങ്ങനെ പറഞ്ഞ് ശീലിച്ചോ കേട്ടോ. അവൾക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. എങ്ങനെ പറയും? ഷീ വാസ് ടയേർഡ്. ഷീ വാസ് ടയേർഡ്. ക്ഷീണമുള്ള അവസ്ഥയ്ക്ക് ടയേർഡ് എന്ന് പറയും. അവൾക്ക് ക്ഷീണം ഉണ്ടായിരുന്നിരിക്കാം. ഷീ മൈറ്റ് ഹവ് ബീൻ ടയേർഡ് അല്ലെങ്കിൽ ഷീ കുഡ് ഹാവ് ബീൻ ടയേർഡ്. ഓക്കെ, അവർ ഇവിടെ ഉണ്ട്, അതാണ് നമുക്ക് പറയേണ്ടത്. അവർ ബെർലിനിലാണ്. എങ്ങനെ പറയും? അവർ ദേ ആർ ഇൻ ബെർലിൻ. അല്ലേ? അവർ ബെർലിനല്ല, അവർ ഇവിടെ ഉണ്ട്. ദേ ആർ ഇവിടെ എന്ന് പറയാൻ ഹിയർ. ഹിയർ എന്ന് വെച്ചാൽ ഇവിടെ, അവിടെ എന്ന് പറയാൻ ദെയർ. ഓക്കെ, ഇവിടെ ഹിയർ. അപ്പോൾ അവരിവിടെ ഉണ്ടെങ്കിൽ എങ്ങനെ പറയും? ദേ ആർ ഇൻ ഹിയർ. വേണ്ട, അവിടെ ഇൻ വേണ്ട, ഹിയർ. സ്ഥലങ്ങളുടെ പേര് പറയുമ്പോൾ ഇൻ ചേർത്താൽ മതി. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ? ഹോം, ഔട്ട്, അബ്രോഡ്, ഹിയർ, ദെയർ. മുകളിലത്തെ നില, അപ്പ് സ്റ്റേഴ്സ്. താഴത്തെ നില, ഡൗൺ സ്റ്റേഴ്സ്. ഇവിടെയൊക്കെയാണ് നമ്മളെങ്കിൽ നമ്മൾ ഒരിക്കലും അതിൻ്റെ കൂടെ ഇന്നോ അറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടണ്ട. ദേ ആർ ഹിയർ, ദേ ആർ ഹിയർ. കേട്ടോ, അവരിവിടെ ഉണ്ട്. ദേ ആർ ഹിയർ. അവരെത്താനുള്ള സമയമായിട്ടുണ്ട്. അവരവിടെ ഉണ്ടാവാം. എങ്ങനെ പറയും? അവരവിടെ ഉണ്ടാകാം. ഉറപ്പില്ല. അപ്പോൾ ആർ മാറ്റിയിട്ട് എന്തിടുക? മൈറ്റ് ബി. ദേ മൈറ്റ് ബി ദെയർ. അല്ലേ? എസ് ആറോ മാറ്റിയിട്ട് മൈറ്റ് ബി ഇട്ടാൽ
നമുക്ക് ഇപ്പോഴത്തെ കാര്യത്തിൽ സംശയമായി. അവർക്ക് വിശപ്പുണ്ടായിരുന്നു. വിശപ്പുള്ള അവസ്ഥ ഹംഗ്രി. അവർക്ക് ദേ വേർ ഹംഗ്രി. അവർ വിശപ്പുള്ള അവസ്ഥയിലായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് വിശന്നിരുന്നു. ദേ വേർ ഹംഗ്രി. അവർക്ക് വിശപ്പുണ്ടായിരുന്നിരിക്കാം. എങ്ങനെ പറയും? വേർ മാറ്റിയിട്ട് മൈറ്റ് ഹാവ് ബിൻ. ദേ മൈറ്റ് ഹാവ് ബിൻ ഹംഗ്രി. ദേ മൈറ്റ് ഹാവ് ബിൻ ഹംഗ്രി. ഇതിൽ നമ്മൾ മൈറ്റ് ബിയും മൈറ്റ് ഹാവ് ബിന്നും വരുന്നത് കണ്ടോ എവിടെയാണ്? ഇപ്പോഴത്തെ കാര്യമാണെങ്കിൽ എസ്സോ ആറോ മാറ്റിയിട്ട് മൈറ്റ് ബി ഇടുക. മുമ്പത്തെ കാര്യമാണെങ്കിൽ വാസോ വേറോ മാറ്റിയിട്ട് മൈറ്റ് ഹാവ് ബിൻ ഇടുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് കേട്ടോ. നമ്മുടെ വേർബ് ഏതായിരുന്നു? ബി അല്ലേ? നമ്മൾ ഈ പറഞ്ഞില്ലേ എസ്സും ആമും ആറും, അതിൻ്റെയൊക്കെ ബേസ് ഫോം ഏതായിരുന്നു? ബി. ഈ ബി എന്ന് പറഞ്ഞാൽ ഒരു വേർബാണ്. വേർബ് എന്ന് വെച്ചാൽ ഒരു പ്രവർത്തികൾക്കൊക്കെ പറയുന്ന പേരാണ് ഇംഗ്ലീഷിൽ ബി. ആവുക എന്ന് മലയാളത്തിൽ പറയുന്നതാണ് ബി. നമുക്ക് വേറെ പ്രവൃത്തികളൊക്കെ പഠിക്കണ്ടേ? എപ്പോഴും ഈ ബി മാത്രം മതിയോ? നമുക്ക് ഉറങ്ങണം, എണീക്കണം, ചാടണം, ഭക്ഷണം കഴിക്കണം, അതൊക്കെ പഠിക്കണ്ടേ? അപ്പോൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം. അവർക്ക് വിശക്കുന്നുണ്ട്. ദേ ആർ ഹംഗ്രി. അവന് വിശക്കുന്നുണ്ട്. ഹീ ഈസ് ഹംഗ്രി. സംശയമാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ വേർബ് എടുത്ത് മാറ്റും. എസ്സും ആറും എടുത്ത് മാറ്റിയിട്ട് നമ്മളവിടെ മൈറ്റ് ബി ഇട്ടു. അപ്പോൾ എന്താ എടുത്ത് മാറ്റിയത്? വേർബ് അല്ലേ? പാസ്റ്റ് ടെൻസിലോ? അവർക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ദേ വേർ ഹംഗ്രി. അവന് വിശക്കുന്നുണ്ടായിരുന്നു. ഹീ വാസ് ഹംഗ്രി. അതിൽ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ദേ മൈറ്റ് ഹാവ് ബീൻ ഹംഗ്രി. ഹീ മൈറ്റ് ഹാവ് ബീൻ ഹംഗ്രി. അപ്പോൾ ആ വേർബ് വാസും വേറും എടുത്ത് മാറ്റിയിട്ട് മൈറ്റ് ഹാവ് ബീൻ ഇട്ടു. അപ്പോൾ നമ്മൾ വേർബിനെയാണ് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞിട്ട് പുതിയ സംഭവം കൊണ്ടുവരുന്നത് അല്ലേ? അപ്പോൾ വേർബ് ബി അല്ല, ഏത് വേർബാണെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം. ഞാൻ എന്താ പറഞ്ഞത് മനസ്സിലായോ? നമ്മുടെ വേർബ് ബി ആയതുകൊണ്ടാണ് മൈറ്റ് ബി. അവിടെ ബി ഉണ്ടോ? അതുപോലെ മൈറ്റ് ഹാവ് ബീൻ. ബീൻ എന്താ കാരണം? ബിയുടെ V3 ആണ് ബീൻ. പക്ഷെ വേറെ വേർബുകളാണെങ്കിൽ ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഉറക്കം എന്ന് പറയാൻ സ്ലീപ്പ്. ഉറക്കമുള്ള അവസ്ഥ സ്ലീപ്പി അല്ലേ? ഉറക്കം തൂങ്ങുന്ന അവസ്ഥയാണ് സ്ലീപ്പി. അവർക്ക് ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. ദേ വേർ സ്ലീപ്പി അല്ലേ? അവർക്ക് ഉറക്കക്ഷീണം ഉണ്ടായിരുന്നിരിക്കാം. ഉറപ്പില്ലെങ്കിൽ ദേ മൈറ്റ് ഹാവ് ബീൻ സ്ലീപ്പി, അല്ലെങ്കിൽ ദേ കുഡ് ഹാവ് ബീൻ സ്ലീപ്പി അല്ലേ? ഇപ്പം സ്ലീപ്പ് എന്നുള്ള വേർബ് എടുക്കാം. സ്ലീപ്പ് എന്ന് വെച്ചാൽ ഉറങ്ങുക. ആവുകയാണ് ബി, ഉറങ്ങുക സ്ലീപ്പ്. അപ്പം ബിയുടെ V3 ഫോം എന്താ? ബീൻ. അപ്പം നമുക്ക് വേറെ വേർബ്സിൻ്റെ V3 ഫോം ഒന്ന് നോക്കാം. കഴിക്കുക ഈറ്റ്. അതിൻ്റെ V3 ഫോം ഈറ്റൻ. ഇപ്പം ബിയുടെ കൂടെ ഒരു EN ഇട്ടപ്പോഴല്ലേ ബീൻ ആയത്? അതുപോലെ ഈറ്റിൻ്റെ ഒപ്പം ഒരു EN ഇടുക, ഈറ്റൻ. എല്ലാത്തിനും ഇങ്ങനെ EN ഇട്ടിട്ട് നമുക്ക് V3 ഫോം ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. ചില വേർബ്സിൻ്റെ V3 ഫോം അതിൻ്റെ ബേസ് ഫോം തന്നെയായിരിക്കും. ഇപ്പോൾ വരിക എന്ന് പറയാൻ കം. കമ്മിൻ്റെ V3 ഫോം കം തന്നെയാണ്. ഓടുക റണ്ണിൻ്റെ V3 ഫോം റൺ തന്നെയാണ്. ഈ പറഞ്ഞ പാസ്റ്റ് ഫോമില്ലേ, അവൾക്ക് വിശക്കുന്നുണ്ട്, ഷീ ഇസ് ഹംഗ്രി. വിശക്കുന്നുണ്ടായിരുന്നു, ഷീ വാസ് ഹംഗ്രി. അപ്പോൾ ഇസിൻ്റെ വാസ് അല്ലേ? അപ്പോൾ ബിയുടെ ഒരു പാസ്റ്റ് ഫോമാണ് വാസ്. അതുപോലെ ദേ വേർ ഹംഗ്രി. വേറും ഒരു പാസ്റ്റ് ഫോമാണ്. അതുപോലെ ഈറ്റിന് ഒരു പാസ്റ്റ് ഫോം ഉണ്ട്, എയ്റ്റ്. അതുപോലെ സ്ലീപ്പിൻ്റെ പാസ്റ്റ് ഫോം സ്ലെപ്റ്റ്. V3 ഫോം സ്ലീപ്പിൻ്റെ സ്ലെപ്റ്റ് തന്നെയാണ്. അപ്പോൾ ചിലതിൻ്റെ അവരുടെ ബേസ് ഫോം ആയിരിക്കും V3, ചിലതിൻ്റെ അവരുടെ പുതിയ ഫോം ഉണ്ടാവും ഈറ്റൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ചില വേർബ്സിനാണെങ്കിൽ അത് പാസ്റ്റ് ഫോം ആയിരിക്കും. ഇപ്പോൾ സ്ലീപ്പിൻ്റെ V3 സ്ലെപ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ V3 ഫോമൊക്കെ നമ്മളെങ്ങനെ പഠിക്കാമെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നമുക്ക് ഓർമ്മ കിട്ടും. പല വേർബ്സിൻ്റെയും എൻ എന്ന് പറയുന്ന എടുക്കുക, ടേക്ക്, അതിൻ്റെ V3 ഫോം ടേക്കൻ. അപ്പോൾ എൻ എന്ന് പറഞ്ഞിട്ട് എൻഡ് ചെയ്യണ ഫോമാണ്. അത് ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്കൊരു PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ V3 ഫോംസ് അറിയാൻ പറ്റും. ഓക്കെ, ഇനി എപ്പോഴേലും ഏതെങ്കിലും സെൻറ്റൻസിൽ V3 ഫോം വരുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഏതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പഠിക്കുക. എല്ലാം കൂടെ പഠിച്ചിട്ട് നമുക്ക് ഈ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റില്ല. വരുന്ന വഴിക്ക് നമുക്ക് ഓരോന്ന് പഠിക്കാം കേട്ടോ. അവർ ഉറങ്ങി എങ്ങനെ പറയും? അവർ എന്ന് പറയാൻ ദേ. അവിടെ കഴിഞ്ഞിട്ട് ബിയുടെ ഫോമൊന്നും വേണ്ട. അവർ ഉറങ്ങി എന്ന് പറയാൻ ആ വേർബ് എന്താ? സ്ലീപ്പിൻ്റെ പാസ്റ്റ് ടെൻസ് സ്ലെപ്റ്റ്. ദേ സ്ലെപ്റ്റ്. അവരെന്തെങ്കിലും ആവുമ്പോഴാണ് ബിയുടെ ഫോം വേണ്ടത്. അവർ ഹാപ്പി ആണ്, ദേ ആർ ഹാപ്പി. അവർ ഹാപ്പി ആയിരുന്നു, ദേ വേർ ഹാപ്പി.
അപ്പോൾ അവിടെ അവർ ആയി എന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. അവരെന്തായി? അവർ ഹാപ്പി ആയോ, അതോ വിശപ്പുള്ള അവസ്ഥയിലായോ, അതോ അവർ ക്ഷീണമുള്ള അവസ്ഥയിലായോ, അത് നമ്മൾ അതിൻ്റെ കൂടെ പറയണം. അപ്പോൾ ദേ വേർ കഴിഞ്ഞിട്ട് അവസ്ഥ പറയണം, അല്ലെങ്കിൽ ദേ ആർ എന്ന് പറഞ്ഞിട്ട് അവസ്ഥ പറയണം അല്ലേ. പക്ഷെ ഉറക്കത്തിന് അവർ ഉറങ്ങി എന്ന് പറഞ്ഞാൽ പോരെ, അവർ എന്തായി ഉറങ്ങിയെന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അതാണ് ഈ ബി വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വേർബാണ്. അതിൻ്റെ കൂടെ എപ്പോഴും എന്തവസ്ഥയിലായി എന്നുള്ളത് കൂടെ നമ്മൾ പറയേണ്ടി വരും. ഓക്കെ, ബിയുടെ പ്രത്യേകതയാണത്. പക്ഷേ ഉറങ്ങി എന്ന് പറയാൻ ജസ്റ്റ് ഉറങ്ങി എന്ന് മാത്രം പറഞ്ഞാൽ പോരെ, അവർ ഉറങ്ങി, അവൾ ഉറങ്ങി എന്ന് മാത്രം പറഞ്ഞാൽ പോരെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് പലപ്പോഴും അവർ ഉറങ്ങി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ദേ വേർ സ്ലീപ്പി എന്ന് പറയാം. അല്ല, അത് അവർ ഉറക്കക്ഷീണത്തുള്ള അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ്. അവരുടെ അവസ്ഥ ഉറക്കക്ഷീണമുള്ള അവസ്ഥയിലായിരുന്നു, ഉറക്കം തൂങ്ങിയുള്ള അവസ്ഥയായിരുന്നു. അവർ ഉറങ്ങി എന്ന് പറയാൻ ദേ സ്ലെപ്റ്റ്, കഴിഞ്ഞു, ദേ സ്ലെപ്റ്റ്, അവർ കഴിച്ചു. ദേ ഈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് എയ്റ്റ്, ദേ എയ്റ്റ്. ഓക്കെ, അപ്പോൾ വേർബ്സിൻ്റെ 4 ഫോംസ് നമ്മൾ ഏകദേശം പഠിച്ചിട്ടുണ്ട്. ബിയുടെ ഏതൊക്കെയാണ്? ബേസ് ഫോം ബി, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഫോം, അവളെങ്ങനെയാണ്, അവരെങ്ങനെയാണ്, എസ് ആറ് വെച്ചിട്ടുള്ള ഫോം. ആയിരുന്നു എന്ന് പറയാൻ വാസ് വേർ വെച്ചിട്ടുള്ള ഫോം. പിന്നെ V3 ഫോം ബീൻ അല്ലേ. ഇനി നമുക്ക് വേറൊരു വേർബ് എടുക്കാം, ഈറ്റ്, കഴിക്കുക. ബേസ് ഫോം ഈറ്റ് തന്നെ. പ്രസൻറ്റ് ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ്സും ആറൊക്കെ പോലെ അവൾക്ക് വിശക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ പ്രസൻറ്റിലെ ഫോം, ഇപ്പോൾ ഉള്ള അവസ്ഥ. ഈറ്റ് വരാം, അല്ലെങ്കിൽ ഈറ്റ്സും വരാം. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമുക്ക് പഠിക്കേണ്ട സമയത്ത് വിശദമായിട്ട് പഠിക്കാം. പാസ്റ്റ് ഫോം കഴിച്ചു എന്ന് പറയാൻ എയ്റ്റ് അല്ലേ. പിന്നെ V3 അതേതാ? ഈറ്റൻ. അതുപോലെ സ്ലീപ്പിൻ്റെയും കൂടെ പഠിക്കാം. സ്ലീപ്പിൻ്റെ ബേസ് ഫോം സ്ലീപ്പ്, ഉറങ്ങുക, സ്ലീപ്പ്. അതിൻ്റെ പ്രസൻറ്റിലെ ഫോം സ്ലീപ്പ് വരാം, സ്ലീപ്സ് വരാം. പാസ്റ്റ് ഫോം സ്ലെപ്റ്റ്, ഉറങ്ങി, സ്ലെപ്റ്റ്. V3 അതും ഇവിടെ സ്ലെപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അവൾക്ക് ഉറക്കക്ഷീണം ഉണ്ട്, ഉറക്കം തൂങ്ങിയിരിക്കുക അവൾ, എങ്ങനെ പറയാ? അവളുടെ അവസ്ഥ പറയാം. അപ്പോൾ എങ്ങനെയാണ് പറയാ? ഷീ ഇസ് സ്ലീപ്പി. അവർക്ക് ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു, എങ്ങനെ പറയാം? ഷീ വാസ് സ്ലീപ്പി. അത്രയൊരു സംശയം ഉണ്ടെങ്കിൽ ഷീ മൈറ്റ് ഹാവ് ബീൻ സ്ലീപ്പി. അപ്പോൾ ഇതോ, അവൾ ഉറങ്ങി, എങ്ങനെ പറയാ? ഷീ സ്ലെപ്റ്റ്. ഉറങ്ങി എന്ന് പറയാൻ സ്ലെപ്റ്റ്. അതിലൊരു സംശയം ഉണ്ടെങ്കിലോ? ഷീ മൈറ്റ് ഹാവ്, അവിടെ ബിൻ വേണ്ട, സ്ലീപ്പിൻ്റെ V3 സ്ലെപ്റ്റ്. ഷീ മൈറ്റ് ഹാവ് സ്ലെപ്റ്റ്. അവർക്ക് വിശപ്പുണ്ട്, ദേ ആർ ഹംഗ്രി. അവർക്ക് വിശപ്പ് ഉണ്ടായിരുന്നു, ദേ വേർ ഹംഗ്രി. അവർക്ക് വിശപ്പ് ഉണ്ടായിരുന്നിരിക്കാം, ഉറപ്പില്ല, ദേ മൈറ്റ് ഹാവ് ബീൻ ഹംഗ്രി. അവർ കഴിച്ചു, ദേ എയ്റ്റ്. അവർ കഴിച്ചിട്ടുണ്ടാകാം, ഉറപ്പില്ല, ദേ മൈറ്റ് ഹാവ് ഈറ്റൻ. ഓരോ സെൻറ്റൻസിലും വേർബില്ലേ, ആ വേർബിൻ്റെ V3 ഫോം അങ്ങോട്ട് മാറി. മൈറ്റ് ഹാവ് ബിൻ വരാം, മൈറ്റ് ഹാവ് ഈറ്റൻ വരാം, അങ്ങനെ. കുഡിനും അങ്ങനെ തന്നെ, ദേ കുഡ് ഹാവ് ഈറ്റൻ. ഇനി ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ പറയാം. ഈ കുഡ് ഹാവ് ഇല്ലേ, അതിനെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം അതിന് വേറൊരു അർത്ഥം കൂടെ വരാം. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത് ഒരു ഭാവത്തിലാണ്. കാര്യങ്ങൾ നമുക്ക് അത്ര രസിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ വരണം നമ്മുടെ മനസ്സിൽ. ഇപ്പം നമ്മൾ പറയാണ് അവർ മോളിലായിരുന്നു, എങ്ങനെ പറയും? ഒരു ബിൽഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറ്റ് പറയണം കേട്ടോ. ദേ വേർ, ദേയുടെ കൂടെ വേർ, ദേ വേർ അറ്റ് ദ മോൾ. അവർ മോളിലായിരുന്നു. മോളിൽ തിയേറ്റർ ഉണ്ട്, അപ്പോൾ അവിടെ അവർ സിനിമ കണ്ടിരിക്കാം, അങ്ങനെ പറയും. അവർ സിനിമ കണ്ടു, എങ്ങനെ പറയും? കാണുക, സി. പാസ്റ്റ് ടെൻസ് കാണുന്നതിൻ്റെ സോ. V3 സിയുടെ സീൻ. ഓക്കെ, അപ്പോൾ അവർ സിനിമ കണ്ടു എന്നെങ്ങനെ പറയും? ദേ കണ്ടു, സോ സിനിമ, ദ മൂവി. ദേ സോ ദ മൂവി. പക്ഷെ അതിൽ സംശയം ഉണ്ടെങ്കിലോ? ദേ മൈറ്റ് ഹാവ് സീൻ ദ മൂവി. അവർ കണ്ടിട്ടുണ്ടാവാം, നമുക്കറിയില്ല. അല്ലെങ്കിൽ നമുക്ക് ദേ കുഡ് ഹാവ് സീൻ ദ മൂവി അല്ലേ. മാളിലായതുകൊണ്ട് അവർക്ക് കാണാനൊരു ചാൻസ് ഉണ്ടായിരുന്നു അല്ലേ, കണ്ടിട്ടുണ്ടാവാം, നമുക്കറിയില്ല. പക്ഷേ ഇതിന് വേറൊരർത്ഥം കൂടിയുണ്ട്. നമ്മൾ മലയാളത്തിൽ പറയില്ലേ, അവർക്ക് സിനിമ കാണാമായിരുന്നു, ആ അർത്ഥം കൂടി ഇവിടെയുണ്ട്. അവർ കണ്ടില്ല, പക്ഷെ അവർക്ക് കാണാമായിരുന്നു, ഒരു മോളിലായിരുന്നില്ലേ.
അവിടെയും ഇതേ സെൻറ്റൻസ് തന്നെയാണ്. ദേ കുഡ് ഹാവ് സീൻ ദ മൂവി. മോൾ വരെ പോയതല്ലേ, സിനിമ കാണാമായിരുന്നില്ലേ അവർക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഭാവം വേണം. എന്താ അവർ ചെയ്യാതിരുന്നേ? അങ്ങനത്തെ ഒരു ഭാവം. എന്താ അവർ ചെയ്യാതിരുന്നേ? അതിൻ്റെ കൂടെ പറയണം. എന്താ അവർ ചെയ്യാതിരുന്നേ? ദേ കുഡ് ഹാവ് സീൻ ദ മൂവി. എന്താ അവർ ചെയ്യാതിരുന്നേ? അപ്പോൾ അവർക്ക് ചെയ്യാനൊരു ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അവർ ചെയ്തില്ല. ആ ഒരു അർത്ഥം കൂടെ ഈ കുഡ് ഹാവ് കഴിഞ്ഞിട്ട് V3 വരുമ്പോൾ പറയാം. കുഡ് ഹാവ് സീൻ, കുഡ് ഹാവ് ഈറ്റൻ, കുഡ് ഹാവ് ടോക്ഡ് എന്നൊക്കെ പറയുമ്പോൾ ആ അർത്ഥം കൂടെ വരാം. അപ്പം മറ്റേ അർത്ഥം വരുമോ? അതും വരാം. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കും ഏതർത്ഥമാണെന്ന്? അത് സാഹചര്യം നോക്കിയിട്ട് വേണം. ഈ പറയുന്ന ആൾക്ക് അവിടെ മോളിൽ വരെ പോയതല്ലേ, അവർക്ക് ചെയ്യായിരുന്നില്ലേ? ഞാൻ വിചാരിച്ചവർ കണ്ടിട്ട് വരും, ഇനിയിപ്പോൾ നാളെ വീണ്ടും പോകണോ എന്നൊക്കെ അടുത്ത സെൻറ്റൻസ് വരുമ്പോൾ ഓ ദേ കുഡ് ഹാവ് സീൻ ദ മൂവി, ചെയ്യായിരുന്നല്ലോ എന്നുള്ള അർത്ഥം വരും. ചെയ്യാമായിരുന്നു, അവർക്ക് കാണാമായിരുന്നു. ഓക്കെ, മറ്റേ അർത്ഥവും വരാം. അതുകൊണ്ടാണ് നമ്മൾ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുഡ് ഉപയോഗിക്കാണ്ട് മൈറ്റ് ഉപയോഗിക്കാൻ നല്ലത്. ദേ മൈറ്റ് ഹാവ് സീൻ ദ മൂവി, അവർ കണ്ടിരിക്കാം. ദേ കുഡ് ഹാവ് സീൻ ദ മൂവി പോലെ തന്നെയാണ് ദേ മൈറ്റ് ഹാവ് സീൻ ദ മൂവി. പക്ഷേ മൈറ്റ് ഹാവ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അർത്ഥമുള്ളൂ. കുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ പല അർത്ഥം വരാം. ആ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി മൈറ്റ് ഹാവ് സാധ്യതയുണ്ടെങ്കിൽ ഒരു ഇങ്ങനെ ചെയ്യാൻ ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് മൈറ്റ് ഹാവ് ഉപയോഗിക്കാം. ഓക്കെ, ദേ മൈറ്റ് ഹാവ് സീൻ ദ മൂവി. നമുക്ക് ഉറപ്പില്ല. ഓക്കെ, അത് ഞാനിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. കുഡ് ഹാവ് ഉപയോഗിക്കുന്നതിൽ അവർ തെറ്റില്ല, പക്ഷേ കുഡ് ഹാവിന് ഒരു അർത്ഥം കൂടി ഉണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് നമുക്ക് കുഡ് ഹാവ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. അവർക്ക് സിനിമ കാണാമായിരുന്നു, ദേ കുഡ് ഹാവ് സീൻ ദ മൂവി. അവിടെ നമുക്ക് മൈറ്റ് ഹാവ് എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. ഈ കാരണം കൊണ്ടാണ് കുഡ് ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകൾ ജനറലി എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്. കാരണം അർത്ഥം മാറിപ്പോകുമെന്ന്. ഈ ഒരു രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് അർത്ഥം മാറിപ്പോവില്ല. നിങ്ങൾക്കൊരു സാധ്യത തോന്നുകയാണെങ്കിൽ മൈറ്റ് ഹാവ് ബീൻ, മൈറ്റ് ഹാവ് ഈറ്റൻ, മൈറ്റ് ഹാവ് സീൻ അങ്ങനെ ഉപയോഗിക്കാം. അത് ചെയ്യാമായിരുന്നല്ലോ, എന്താണോ ചെയ്യാതിരുന്നത് എന്നൊരു ഫീലിംഗ് നമുക്ക് ഉള്ളിലുണ്ടെങ്കിൽ കുഡ് ഹാവ് സ്ലെപ്റ്റ്, കുഡ് ഹാവ് ഈറ്റൻ എന്നുള്ള ഫോം ഉപയോഗിക്കാം. ഓക്കെ, അതെന്നെ ചോദിക്കട്ടെ. അവൾ എന്നെ വിളിച്ചു എങ്ങനെ പറയും? ഫോൺ വിളിച്ചു, വിളിക്കുന്നതിന് കോൾ. കോൾ വിളിച്ചു എന്നുള്ള അർത്ഥം വരണമെങ്കിൽ പാസ്റ്റ് ടെൻസിൽ കോൾഡ്, അതിൻ്റെ V3യും കോൾഡ്. അവൾ എന്നെ വിളിച്ചു എങ്ങനെ പറയും? ഷീ വേർബ് ഏതാ? കോൾ. വിളിച്ചു, കോൾഡ് എന്നെ എന്ന് പറയാൻ മീ. ഷീ കോൾഡ് മീ. ഓക്കെ, അവൾ എന്നെ വിളിച്ചിട്ടുണ്ടാകാം. എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു, അവൾ വിളിച്ചിട്ടുണ്ടാകാം എങ്ങനെ പറയാം? സംശയമാണ്. ഷീ മൈറ്റ് ഹാവ് കോൾഡ് മീ അല്ലേ? മൈറ്റ് ഹാവ് കഴിഞ്ഞിട്ട് V3 കോൾഡ് മീ. ഷീ മൈറ്റ് ഹാവ് കോൾഡ് മീ. ഷീ കുഡ് ഹാവ് കോൾഡ് മീ എന്നും പറയാം. ഞാൻ പറഞ്ഞില്ലേ, നമുക്കിവിടെ ഈ സംശയമുള്ള കേസൊക്കെ മൈറ്റ് വെച്ചങ്ങ് ഡീൽ ചെയ്യാം. ഷീ മൈറ്റ് ഹാവ് കോൾഡ് മീ. എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, ഫോൺ സൈലൻ്റ് ആയിരുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ല. ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാവാം, നോക്കിയാലേ അറിയുള്ളൂ. ഓക്കെ, ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ, അവൾക്ക് എന്നെ വിളിക്കാമായിരുന്നല്ലോ. ഷീ കുഡ് ഹാവ് കോൾഡ് മീ. എന്താണ് അവൾ വിളിക്കാതിരുന്നത്? അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഷീ കുഡ് ഹാവ് കോൾഡ് മീ കഴിഞ്ഞിട്ട് എന്താണ് അവൾ ചെയ്യാതിരുന്നത് എന്നൊരു ഫീലിംഗ് അവിടെ വരണം നമുക്ക്. ആ ഫീലിംഗ് വന്നാൽ നിങ്ങൾക്ക് ആ മീനിങ് കറക്റ്റ് കിട്ടും. ഷീ കുഡ് ഹാവ് കോൾഡ് മീ. ഞാനുണ്ടായിരുന്നല്ലോ ഇവിടെ, എല്ലാ കാര്യത്തിനും മുന്നിൽ നിന്ന് കാര്യം നടത്തി കൊടുക്കാൻ ഞാനുണ്ടല്ലോ ഇവിടെ അല്ലേ? അവൾക്കെന്നെ വിളിക്കായിരുന്നില്ലേ? ഷീ കുഡ് ഹാവ് കോൾഡ് മീ. അവൾ ബാംഗ്ലൂരിലാണ് എങ്ങനെ പറയും? അപ്പോൾ അവൾ അവിടെയാണ്. ഷീ ഇസ് ഇൻ ബാംഗ്ലൂർ. അവൾ ബാംഗ്ലൂരിലാവാം, ഉറപ്പില്ല. അപ്പോൾ മൈറ്റ് ബി, എസ് മാറ്റിയിട്ട് മൈറ്റ് ബി. ഷീ മൈറ്റ് ബി ഇൻ ബാംഗ്ലൂർ, അല്ലെങ്കിൽ ഷീ കുഡ് ബി ഇൻ ബാംഗ്ലൂർ. അവർ ചിലപ്പോൾ അവിടെ നിൽക്കും എങ്ങനെ പറയും? ഒരു സംശയം. നിൽക്കുക എന്ന് പറയാൻ സ്റ്റേ, അവിടെ എന്ന് പറയാൻ ദെയർ. ദേ മൈറ്റ് സ്റ്റേ ദെയർ. അവർ ഉറപ്പ് ഇല്ല സ്റ്റേ ചെയ്യുമെന്ന്, പക്ഷേ ചിലപ്പോൾ. അപ്പോൾ ദേ മൈറ്റ് സ്റ്റേ ദെയർ. അവർക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും, അങ്ങനെ സാധ്യതയുണ്ട്. ദേ കുഡ് സ്റ്റേ ദെയർ. ഓക്കെ, അവർ അവിടെ നിന്നിട്ടുണ്ടാവാം, ഉറപ്പില്ല. ദേ മൈറ്റ് ഹാവ് സ്റ്റേഡ് ദെയർ. പാസ്റ്റ് ടെൻസാ, ചെയ്തിട്ടുണ്ടാവാം അത്. അവർക്ക് അവിടെ നിൽക്കാമായിരുന്നല്ലോ, നല്ല വീടും സ്ഥലമൊക്കെ ഉണ്ടല്ലോ അവിടെ. ദേ കുഡ് ഹാവ് സ്റ്റേഡ് ദെയർ. അവൾ ചിലപ്പോൾ എന്നെ വിളിക്കും, ഒരു സംശയമാണ്, ഞാൻ കാത്തിരിക്കുക, ചിലപ്പോൾ എന്നെ വിളിക്കും, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ മൈറ്റ് കഴിഞ്ഞിട്ട് ബേസ് ഫോമിൽ മൈറ്റ് ബി എന്നൊക്കെ നമ്മൾ ഉപയോഗിച്ചില്ലേ, അതേ ഫോമിൽ വിളിക്കുക കോൾ. കോളിൻ്റെ ബേസ് ഫോം കോൾ തന്നെ. ഷീ മൈറ്റ് കോൾ മീ. അവൾ ചിലപ്പോൾ എന്നെ വിളിക്കും. ഷീ മൈറ്റ് കോൾ മീ, ഉറപ്പില്ല. അവൾക്ക്
എന്നെ വിളിക്കാൻ പറ്റും, അവൾക്ക് അതിനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ അവൾ എന്നെ വിളിക്കാം. ഷീ കുഡ് കോൾ മീ, ഒരു സാധ്യതയുണ്ട്. ഷീ കുഡ് കോൾ മീ അല്ലേ. ഷീ മൈറ്റ് കോൾ മീയും ഷീ കുഡ് കോൾ മീയും ഒരേ അർത്ഥങ്ങളാണ് അല്ലേ. വിളിക്കാം, ചാൻസ് ഉണ്ട്. അവൾ എന്നെ വിളിച്ചിട്ടുണ്ടാവാം, ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാണ്, പക്ഷെ അതിൽ സംശയമാണ്. അപ്പോൾ ഷീ മൈറ്റ് ഹാവ് കോൾഡ് വിത്ത് കോൾഡ്. ഷീ മൈറ്റ് ഹാവ് കോൾഡ് മീ. അവൾക്ക് എന്നെ വിളിക്കായിരുന്നല്ലോ, ഞാനിതേ 6 അടി ഹൈറ്റിൽ നല്ല തണ്ടും തടിയുള്ള ആളിവിടെ ഉണ്ടല്ലോ. ഷീ കുഡ് ഹാവ് കോൾഡ് മീ. ഓക്കെ. അവർ ഡൽഹിയിൽ പോവാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ പോവുക എന്ന് പറയാൻ ഗോ. ഒരു ഉറപ്പില്ല, അവരത് കാര്യം ചെയ്യാൻ ചാൻസ് ഉണ്ട്, കഴിഞ്ഞു പോയതല്ല, ഇനി നടക്കാനുള്ളതാ. അപ്പോൾ ഒരു സാധ്യതയുണ്ട്, ഉറപ്പില്ല. ദേ മൈറ്റ് ബേസ് ഫോം ഗോ ടു ഡൽഹി. അവർ ചിലപ്പോൾ ഡൽഹിക്ക് പോയേക്കാം. ദേ മൈറ്റ് ഗോ ടു ഡൽഹി. അവർ ഡൽഹിയിലേക്ക് പോകാനൊരു സാധ്യതയുണ്ട്. അവിടെ അവരുടെ വലിയമ്മയുടെ വീടോ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ ഡൽഹിക്ക് ചിലപ്പോൾ പോവാം അവർ. ദേ കുഡ് ഗോ ടു ഡൽഹി. അവർ ഡൽഹിക്ക് പോയിരിക്കാം, അങ്ങനത്തെ ആവാം സംഭവിച്ചത്, ഉറപ്പില്ല. ദേ മൈറ്റ് ഹാവ് പോവുക ഗോ, അതിൻ്റെ V3 ഗോൺ. ദേ മൈറ്റ് ഹാവ് ഗോൺ ടു ഡൽഹി. അവർക്ക് ഡൽഹിക്ക് പോകുമായിരുന്നല്ലോ, അവിടെ വല്യമ്മയുടെ വീടൊക്കെ ഉണ്ടല്ലോ, എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ദേ കുഡ് ഹാവ് ഗോൺ ടു ഡൽഹി. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഞാൻ പറയുന്നതിന് മുമ്പ് ഒന്ന് പോസ് ചെയ്തിട്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇപ്പോൾ ഈ കോൺസെപ്റ്റുകളൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണുക അറിയുന്നതൊക്കെ ആണെങ്കിൽ എന്തായാലും ഈ വീഡിയോ ഒരു പ്രാവശ്യം കൂടെ കണ്ട് ആ കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കണേ. ഞാൻ ഇന്ന് ഡൂ ആൻഡ് ഡസ് ഒക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ ഇത് ഇന്ന് എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മൈറ്റ് ബി, നമ്മുടെ കുഡ് ബി ഒക്കെ നിങ്ങളുടെ മനസ്സിനങ്ങോട്ട് പോകും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതേ. അപ്പോൾ ഈ ലെസൺ ഇതിൻ്റെ ഒപ്പം തന്നെ എടുത്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി, അതാണ് ഇങ്ങനെ എടുത്തത് കേട്ടോ. അപ്പോൾ ഹോംവർക്ക് പറയട്ടെ. അവന് വിശന്നിരുന്നു. വിശന്നിരിക്കുന്ന അവസ്ഥ ഹംഗ്രി. അവന് വിശപ്പുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണേ, ഇപ്പോഴത്തെ കാര്യമല്ല, മുമ്പത്തെ. അവൻ ഒരു കേക്ക് ഉണ്ട്, അത് കഴിച്ചിരിക്കാം. കഴിക്കുക, ഈറ്റ്. അവൻ കഴിക്കും എന്നല്ല പറയണേ, അവൻ ചെയ്തിട്ടുണ്ടാവാം ആ കാര്യം എന്ന്. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ മൈറ്റ് ഹാവ് V3 വേണേ. അവൻ ആ കേക്ക് കഴിച്ചിരിക്കാം. അവൻ എന്തിനാണ് ഇപ്പോൾ കേക്ക് കഴിച്ചത്? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറയാണ്, അവന് ബ്രെഡ് കഴിക്കാമായിരുന്നു. എന്തിനാണ് ഇപ്പോൾ കേക്ക് കഴിക്കണവൻ? ആ മുഖത്തൊരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക്, അതിന് അങ്ങനെ ചെയ്തെന്നുള്ളൊരു വിഷയമുണ്ട് ഇവിടെ. അപ്പോൾ ഏതാ വരിക? അപ്പോൾ ഈ 3 സെൻറ്റൻസുകളും ചിന്തിച്ച് എഴുതുക. ഈറ്റാണ് കഴിക്കുക, അതിൻ്റെ V3 ഈറ്റൻ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിചാരിക്കണു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോമെൻറ്റിൽ ചോദിക്കുക. ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കോമെൻറ്റിൽ എഴുതിയിടണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയിക്കണേ. ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. ചിലപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ടൊരു കോഴ്സ് എടുത്ത് ഇംഗ്ലീഷ് പഠിക്കാനുള്ള കഴിവുണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ എത്തണം. അത് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യണേ. ലൈക്കൊക്കെ ചെയ്താലേ യൂട്യൂബ് ഈ വീഡിയോ എല്ലാവർക്കും എത്തിക്കുള്ളൂ. ഞാൻ പൊതുവെ പറയാറില്ല, പക്ഷേ ഈ വീഡിയോ സീരീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ആരും ഈ ബേസ് കാര്യങ്ങളൊന്നും അറിയാണ്ട് കഷ്ടപ്പെടരുത്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ.